ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മലയാളി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ. പഴയ വീഡിയോകളിലെ കഥകളൊക്കെ കണ്ട് മനസ്സിലാക്കിയോ? ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഒരു പുതിയൊരു കഥയിലേക്ക് പോകാം. നമ്മുടെ കൂട്ടത്തിൽ ചില കൂട്ടുകാരുണ്ട്, അതുപോലെ തന്നെ പല സുഹൃത്തുക്കളും ഉണ്ട്. ഇവരിൽ ചില ആളുകൾ വലിയ ഒച്ചപ്പാടും ബഹളവും ധൈര്യവും ആവേശമൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ ബാക്കി എല്ലാവരും വിചാരിക്കും, അയാൾ കൊള്ളാമല്ലോ, ഇവൻ ഭയങ്കര നേതാവാക്കാൻ പറ്റിയ ആളാണ്, അതുപോലെ ഇവൻ നമ്മുടെ വെല്ലത്തിന് ഭയങ്കര സമർത്ഥനാണ്, നമുക്ക് അയാളെപ്പറ്റി ഭയങ്കര മതിപ്പും കാര്യമൊക്കെ തോന്നും. അതുപോലെ തന്നെ ചില എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നാട്ടിൽ നടന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അങ്ങനെ ഉണ്ടോ? എന്നാൽ പിന്നെ അതൊന്നും അറിയണം. പക്ഷെ അറിയാതെ തന്നെ ഒരു കാര്യത്തിൻ്റെ നിജസ്ഥിതി അറിയാതെ ആ കാര്യം വലിയ സംഭവമാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ അബദ്ധത്തിൽ പോയി ചാടും. ആർക്ക് പറ്റിയതുപോലെ? ഗോമായു എന്ന് പറയുന്ന കുറുക്കന് പറ്റിയതുപോലെ. എന്താ ഗോമായു എന്ന് പറയുന്ന കുറുക്കന് പറ്റിയത്? അവന് ഒരു ദിവസം ഗോമായു വല്ലാതെ വിശന്ന് വലഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. പാവൻ രാവിലെ മുതലേ ഭക്ഷണം അന്വേഷിച്ച് എന്തെങ്കിലും. കുറുക്കനെന്തിനാ ഭക്ഷിക്കാന്നറിയോ? നമ്മൾ പറയും കോഴീനെ. അത് നാട്ടിലുള്ള കുറുക്കന്മാരാ കേട്ടോ കോഴീനെ പിടിക്കുന്നേ. കാട്ടിലുള്ള കുറുക്കന്മാരുണ്ട്, അവർ മുയൽ, ചിലപ്പം മാൻ്റെ കുട്ടികൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളെയൊക്കെയാണ് പിടിച്ചു തരുന്നത്. അപ്പം ഗോമായി വല്ലാതെ വിശന്ന് വലഞ്ഞ് നടക്കുകയായിരുന്നു. നടന്ന് അവന് കാടിൻ്റെ ഒരു അതിർത്തി, കാട്ടിൽ നിന്നൊന്നും തീറ്റ കിട്ടിയില്ല. ഒരതിർത്തിയിലുള്ള ഒരു യുദ്ധം നടന്ന സ്ഥലത്തെത്തി. അക്കാലത്തെ നാട്ടുരാജാക്കന്മാരാണല്ലോ, അവരിങ്ങനെ യുദ്ധം നടക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയൊക്കെ നടക്കുന്ന മാതിരിക്കുള്ള, അല്ലെങ്കിൽ ഈ ഇസ്രായേലും പലസ്തീനൊക്കെ നടക്കുന്ന മാതിരിക്കുള്ള വലിയ വലിയ യുദ്ധമൊന്നുമല്ല കേട്ടോ. പണ്ട് കാലത്ത് നാട്ടുരാജാക്കന്മാർക്കൊരു മോഹം ഉണ്ടാവും, എന്ത്, അപ്പുറത്തെ രാജ്യം കൂടി എനിക്ക് കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ട് പോയിട്ട് പട്ടാളത്തെ അയച്ചുകൊണ്ട് അവരെ അവിടെ യുദ്ധം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ നാടിൻ്റെയും അതിർത്തിയിൽ എന്ന് പറയുമ്പോൾ പട്ടാളക്കാരുള്ളത് കൊണ്ട് യുദ്ധം നടക്കും. അപ്പം നമ്മുടെ ഗോമായു നടന്ന് എത്തിയത് ഇതുപോലെ യുദ്ധം നടന്ന ഒരു സ്ഥലത്തായിരുന്നു. അപ്പം യുദ്ധക്കളം കണ്ടപ്പോൾ അവൻ വിചാരിച്ചു, ഇതിങ്ങനെ ഇവിടെ എന്തെങ്കിലും ഇപ്പം അടുത്ത് യുദ്ധം നടന്ന് ആരെങ്കിലൊക്കെ മനുഷ്യന്മാരൊക്കെ മരിച്ചെടുക്കുന്നൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ ശവോ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുമായിരിക്കും എന്നാര് പ്രതീക്ഷിച്ചു? നമ്മുടെ ഗോമായു അതും പ്രതീക്ഷിച്ച് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. പക്ഷെ ഒന്നും കണ്ടു കിട്ടിയില്ല, അവിടെ നിന്നൊന്നും അവന് തീറ്റയൊന്നും കിട്ടിയില്ല. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തെങ്കിലും തിന്നണ്ടേ? വിശന്നിട്ട് വയ്യ ആർക്ക്? ഗോമായുവിന്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഭയങ്കരമായ ഒരു വലിയ ശബ്ദം കേൾക്കുന്നത്. ഠേ ഠേ എന്നുള്ള രൂപത്തിലുള്ള ശബ്ദം. കുറുക്കൻ ആകെ പേടിച്ചു, വിറച്ച് തുള്ളിപ്പോയി, പരവശനായി. അവൻ വിചാരിച്ചു, എന്ത് പറ്റി? ഭൂമി കുലുങ്ങിയോ? ഞാൻ തീർന്നു, നശിച്ചത് തന്നെ. എന്തോ ഒരു ഭീകര ജീവിയാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. അതാരായിരിക്കും? അവൻ എന്നെ പിടിച്ചു തിന്നുവോ? ഏതോ ഭീകര ജീവിയോ? എന്താണ് ഈ ശബ്ദം എന്ന് ഈ പടക്ക് പടക്ക് എന്നുള്ള ഒച്ച കേട്ടിട്ട് ആരാലോചിച്ചു? ഗോമായു ആലോചിച്ചു, എന്തോ കുഴപ്പമുണ്ട്. അപ്പം പലവിധ പേടി നമുക്കുണ്ടാവില്ലേ? അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, ആകെ നമ്മൾ കേൾക്കാത്തൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടൂലേ? അതുപോലെ ഗോമായു വല്ലാതെ പേടിച്ചു പോയി. ഇപ്പം തന്നെ എൻ്റെ കഥ തീർന്നു, ആരെങ്കിലും ഈ ഭീകര ജീവിയായിരിക്കും, അവൻ എന്നെ പിടിച്ചു നിന്നു എന്നൊക്കെ ഗോമായി ഇങ്ങനെ ആലോചിച്ചു. കുറച്ച് സമയം അങ്ങനെ നിന്നു. കുറേ സമയം കഴിഞ്ഞു പോയി.
അപ്പോഴത്തേക്ക് ഇവനാകെ പേടിച്ച് വിറച്ചുകൊടുക്കുകയെന്ന്. ആര്? ഈ ഗോമായി എന്ന് പറയുന്ന കുറുക്കന് ഈ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അപ്പോഴുണ്ട് ഇടക്കിടക്ക് പിടക്ക് പിടക്ക് എന്നിങ്ങനെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു ഇടക്കിടക്ക്. അപ്പോൾ കുറേ സമയം നിന്നപ്പോൾ ഇവനിങ്ങനെ മെല്ലെ ധൈര്യം സംഭരിച്ചു. എന്തും വരട്ടെ, ഏതായാലും ചാവുകയാണെങ്കിൽ ചാകട്ടെ എന്ന് കരുതി എവിടുന്നാണ് ഈ ഒച്ച വരുന്നതെന്ന് ഇങ്ങനെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ നോക്കി. അല്പം അകലെ നോക്കിയപ്പോൾ എന്താ കാണുന്നേ? മരത്തിൻ്റെ കൊമ്പുകളൊക്കെ താഴേക്ക് തൂങ്ങിയെടുത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് വലിയൊരു പെരുമ്പറ കിടക്കുന്നുണ്ട്. നമ്മുടെ ചെണ്ടയില്ലേ, വലിയ മോഡൽ ചെണ്ട, അതിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറുക്കൻ ജീവിതത്തിൽ ചെണ്ട കണ്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ ഈ ചെണ്ട എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ മെല്ലെ മെല്ലെ എന്ത് ചെയ്തെന്നറിയോ? ചെണ്ടയുടെ അടുത്തേക്ക് ചെന്ന്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഓൻ ആലോചിച്ചു, ഇവൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്നെ പിടിച്ച് തിന്നാളിയോ? ആര്? ഈ ചെണ്ടേ എന്നെ പിടിച്ച് തിന്നാളിയോ? കാരണം ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. ഇതിൻ്റെ സ്വഭാവമോ ശബ്ദമോ എന്തെന്നാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ആർക്കും മനസ്സിലാകുന്നില്ല? ഗോമായുവിന് മനസ്സിലാകുന്നില്ല. ഒടുവിൽ ഗോമായു കണ്ടെത്തി. എന്ത്? ഈ മരത്തിലെ കാറ്റടിക്കുമ്പോൾ ഈ താണു കിടക്കുന്ന ചില കൊമ്പുകൾ ഈ ചെണ്ടയിൽ വന്നിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒച്ച വരുന്നതെന്ന് ആർക്ക് മനസ്സിലായി? ഗോമായുവിന് മനസ്സിലായി. അപ്പം നമ്മൾ വിചാരിക്കൂല, സമാധാനമായി, ഇതേനും സാധനം ഇങ്ങനെയായുള്ളൂ എന്ന് നമുക്കൊക്കെ തോന്നൂലേ? പക്ഷെ ഇവൻ അതും നിർത്തിയില്ല. എന്ത് ചെയ്ത്? വീണ്ടും കുറച്ചും കൂടി ധൈര്യം സംഭരിച്ചിട്ട് അടുത്ത് ചെന്ന് നോക്കി. അപ്പം ആ പേടിയുണ്ടായിരുന്നു, എന്തെങ്കിലും ഇത് കടിക്കുമോ പിടിക്കുമോ എന്നൊക്കെ. പക്ഷെ അതെല്ലാം ഒന്ന് ഒതുക്കി ചുറ്റുവട്ടത്തൊന്ന് നോക്കി. എന്നിട്ട് അതിൻ്റെ ശേഷം മെല്ലെ ഇതിനൊന്ന് തൊട്ടു നോക്കി. ആരെ? ചെണ്ടേ. തൊട്ട് നോക്കിയപ്പോൾ എന്താ കാണുന്നത്? അനക്കൊന്നുമില്ല. മണം പിടിച്ചു നോക്കി. പിന്നെ കുറുക്കനല്ലേ, കുറുക്കനും പട്ടിയൊക്കെ മണം പിടിച്ചിട്ടാണ് കൂടുതൽ വിവരങ്ങൾ അറിയാം. അപ്പം മണം പിടിച്ചു നോക്കിയപ്പോൾ എന്താ? ഇറച്ചിയുടെ ഗന്ധം. ഭയങ്കര സന്തോഷം തോന്നി. ആർക്ക്? ഗോമായുവിന്. ഇറച്ചിയല്ലേ വേണ്ടത്. അതോടെ ഭയമൊക്കെ മാറി. അവൻ ചെണ്ടയുടെ വശങ്ങളിൽ അടിച്ചു നോക്കി. അപ്പം എന്തായി? ഒച്ച വരുന്നുണ്ട്. വളരെ ദിവസങ്ങൾക്ക് ശേഷം ഇഷ്ടം പോലെ ഭക്ഷണമാണ് കിട്ടിയത് എന്ന് ഗോമായു കരുതി. കാരണം എന്താ? ഇത് ഈ ചെണ്ട ഉണ്ടാക്കുന്ന മൃഗങ്ങളെ തോല് കൊണ്ടാണ് ചെണ്ടയുടെ രണ്ട് ഭാഗത്തും കെട്ടുന്നത്. അപ്പം അതിന് മാംസത്തിൻ്റെ വാസന ഉണ്ടാവുമല്ലോ. അതാണ് ആർക്ക് കിട്ടിയത്? ഗോമായുവിന് കിട്ടിയ വാസന. അപ്പോൾ ഗോമായു കരുതുന്നത് എന്താ? ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ മാംസമുണ്ട്, അതുകൊണ്ടാണ് ഈ വാസന വരുന്നതെന്നാ. ഇതിൽ നിറയെ മാംസവും രക്തവും കൊഴുപ്പും ഉണ്ടായിരിക്കും. ഇതിനു മുമ്പ് ഇത്രയും സന്തോഷം ഉണ്ടായിട്ടില്ല എന്നാര് കരുതി? ഗോമായു കരുതി. സാവകാശം ചെണ്ടേൻ്റെ ഒരു ഭാഗം തുരക്കാൻ ആരംഭിച്ചു. തോലിൻ്റെ കട്ടി കൊണ്ട് പല്ലുകൾക്ക് കേടുപറ്റിയെങ്കിലും അത് കാര്യമാക്കാതെ തുരക്കൽ തുടർന്നു. ഒടുവിൽ വലിയൊരു ദ്വാരം ചെണ്ടയിൽ ഉണ്ടാക്കിയെടുക്കാൻ അവന് കഴിഞ്ഞു. ചെണ്ടേൻ്റെ ഒരു ഭാഗം തുറന്നിട്ടേ അങ്ങനെ ചെണ്ടയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴെന്താ കണ്ട കാഴ്ച? എത്ര പരതിയിട്ടും അവിടെ യാതൊന്നുമില്ല. ചെണ്ടേൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഉണ്ടാകുമോ? കാലിയല്ലേ, കാലി സ്ഥലമാണ്, ഒന്നുമില്ല. അങ്ങേയറ്റം ദുഃഖവും സങ്കടവും നിരാശയും തോന്നി. ആർക്ക്? ഈ ഗോമായു എന്ന കുറുക്കന്. കുറേ നേരം അവനെന്ത് ചെയ്തു? ചെണ്ടയെ പരിഹസിച്ച് അറിയാവുന്ന തെറിയൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണല്ലോ ചില ആളുകൾ. നമ്മളെ വിറക് കീറാൻ അറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കും. നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ കണ്ണാടിക്ക് തെറി വിളിക്കും. എഴുതാൻ അറിയുന്നില്ലെങ്കിൽ പേനക്ക് തെറി വിളിക്കും. അങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യാറുണ്ടോ? അതേപോലെ ഈ ചെണ്ടേനെ ആര് തെറി വിളിച്ചു? ഗോമായി കുറേ തെറി വിളിച്ചു. ഭയങ്കര സങ്കടവും നിരാശയും തോന്നി. അങ്ങനെ എന്ത് ചെയ്ത്? പിന്നെ ഇടംവലം നോക്കി ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മളങ്ങനെയാണല്ലോ,
എന്തെങ്കിലും പൊട്ടത്തരം കളിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരാരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി താൻ ചെയ്ത വിവരക്കേട് ആരും കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ഇതാണ് ഗോമായുവിൻ്റെ കഥ. അപ്പോൾ അവനെന്തൊക്കെയാണ് പ്രതീക്ഷിച്ചത്? ഒരു ചെണ്ട കണ്ടപ്പോൾ, ഈ ചെണ്ടയുടെ ശബ്ദം കേട്ടപ്പോൾ ഭീകര ശബ്ദമെന്ന് ആദ്യം വിചാരിച്ചു. അത് വലിയ എന്തോ ഭീകര ജീവിയാണ്, അതെന്നെ പിടിച്ചു എന്ന് പേടിച്ചു. പിന്നെയോ അതിനടുത്ത് പോയി എല്ലാം കൂടിയിട്ട് നോക്കുമ്പോൾ തോലിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഇറച്ചി, അതിൻ്റെ ഉള്ളിൽ നിറയെ ഇറച്ചി മാംസവും രക്തമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അതിന് മെനക്കെട്ട് നോക്കിയിട്ടോ അതുമില്ല. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ. നമ്മൾ വിചാരിക്കും പിന്നെ എന്തൊക്കെയോ വലിയ കാര്യമാണ്, നമുക്കതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരവും ഇല്ല എന്നാണ് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠം. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോൻ്റെ അടിയിൽ നിങ്ങളുടേതായ അഭിപ്രായം, നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും കഥകളുണ്ടെങ്കിൽ ഇന്ന കഥകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കഥകളും ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നതാണ്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിരവധിയായ കഥകൾ ഇതേപോലെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം.